ഇടുക്കി വണ്ടിപ്പെരിയാർ ആറ്റൂരം മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ട്. 7 വീടുകളിലാണ് വെള്ളം കയറിയത്. പ്രദേശവാസികൾ ക്യാമ്പിലേക്ക് മാറാൻ കൂട്ടാക്കുന്നില്ല. മുല്ലപ്പെരിയാറ്റിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുകിയാൽ പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്നാണ് ആശങ്ക. രാഹുൽ സുരേഷ് ഇപ്പോൾ സ്ഥലത്ത് നിന്നുണ്ട്. രാഹുൽ, പലയിടങ്ങളിലും വലിയ ദുരിതപൂർണ്ണമാണ് അല്ലേ സാഹചര്യം? മഴയൊന്നും പെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് മഴയോട് മഴയായിരിക്കും. എന്താണ് അവസ്ഥ രാഹുൽ? ഡോക്ടർ അരുൺ, നമ്മളുള്ളത് കടച്ചിക്കാട് മേഖലയിലാണ്. ഈ മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം ഒഴുകിയതോടെ ഈ മേഖലകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ കടച്ചിക്കാട് മേഖലയിൽ മാത്രം 7 വീടുകളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ ഈ താഴ്ന്ന മേഖലകളിൽ നിന്നുള്ള ആളുകളെ താൽക്കാലികമായി മറ്റിടങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. പക്ഷേ ക്യാമ്പുകളിലേക്ക് മാറാൻ ഇവിടെയുള്ള ആളുകൾ തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിന് ഏറ്റവും ഇവർ കാരണമായി പറയുന്നത് 2018 മുതൽ ഓരോ തവണ മുല്ലപ്പെരിയാറെ തുറക്കുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറി കഴിയേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ ക്യാമ്പുകളിലേക്ക് മാറി തിരികെ വരുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ആരും തന്നെ, അല്ലെങ്കിൽ സർക്കാർ തിരിഞ്ഞു നോക്കാത്തൊരു പ്രശ്നമുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒരു പ്രതിഷേധ സൂചകം എന്ന നിലയിലാണ് ക്യാമ്പുകളിലേക്ക് മാറുന്നില്ല, പകരം ബന്ധുവീടുകളിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ഒരു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ റോഡിന്റെ ഒരു ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം. തൊട്ടപ്പുറത്തേക്ക് കട്ടിലിന്റെ മുകളിലേക്ക് ഈ വീടിന്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റിവെച്ച ശേഷം അത് ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മൂടിയിട്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്ത് കാണുന്നത്. ഇത്തരത്തിൽ 9 മണി മുതൽ, അതായത് വരുന്ന നിമിഷങ്ങളിൽ മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കിവിടും എന്നാണ് തമിഴ്നാട് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 9,000 ഖനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. വരും മണിക്കൂറുകളിൽ അത് 10,000 ഖനയടി വെള്ളം വരെ പുറത്തേക്ക് ഒഴുക്കിവിടും എന്നാണ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വഴിയിൽ ഉൾപ്പെടെ വെള്ളം കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഈ മേഖലയിലെ കൂടുതൽ വീടുകളിലും വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്താണെങ്കിലും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കൂടുതൽ ക്യാമ്പുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ 4 ക്യാമ്പുകൾ ഈ പ്രദേശത്ത് സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആരെയും അവിടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടില്ല. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടിപ്പെരിയാറിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.